2002 ബുസാൻ ഏഷ്യൻ ഗെയിംസിൽ അതിലൊരു ഇന്ത്യൻ ടീമിൻ്റെ മെമ്പറായിരുന്നു. അതുപോലെ തന്നെ 2006 നടന്ന ദോഹ ഏഷ്യൻ ഗെയിംസിലും ഞാൻ അതിൽ മെമ്പറായിരുന്നു. അതിൽ 4 സാഫ് ഗെയിംസിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ആ 4 സാഫ് ഗെയിംസിൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2002 യൂറോപ്യൻ കൺട്രിയായ സ്ലോവാക്യ വെച്ചൊരു തോമീസ് കപ്പ് എന്ന് പറഞ്ഞ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ആ ടൂർണമെൻറ്റിൽ ബെസ്റ്റ് അറ്റാക്കറായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കറായി ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ വോളിബോളിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു നാഷണൽ ലെവലാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലായിട്ട് ഒരു ഓസ്ട്രേലിയയുടെ ഒക്കെ പ്ലെയേഴ്സിൻ്റെ ഒക്കെ നിലവാരത്തിൽ ഒന്നാമത് അഡ്വാൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റാണ്. അത് വെച്ചിട്ട് ബാക്ക് കോർട്ടിൽ നിന്ന് പോലും പുള്ളിയുടെ സ്മാഷുകൾ ഫസ്റ്റ് ലൈനിൽ വന്ന് വീഴുന്നത് കണ്ടിട്ട് ചില സമയങ്ങളിൽ ടോം നല്ല ഫുൾ ഫോമിൽ കത്തി നിൽക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും നമുക്ക് കളി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊന്നും കുറിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. ടോമിൻ്റെ കളി കണ്ട് നമ്മൾ ഇരുന്നു പോകും. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം റീഡ് ചെയ്യാനുള്ളൊരു പവർ, പിന്നെ അറ്റാക്കിൻ്റെ ഒരു പവർ, ഇത് രണ്ടുമാണ് ടോമിനെ മറ്റ് പ്ലെയേഴ്സിൽ നിന്ന് യഥാർത്ഥത്തിൽ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു സ്പോർട്സ് താരത്തിന് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ശരിയായ ഫിറ്റ്നസ് ഇല്ലാതെ മത്സരത്തിൽ ഇറങ്ങുമ്പോഴാണ് പലപ്പോഴും പരിക്കുകൾ ഉണ്ടാകുന്നത്. ഞാൻ ശരിക്കും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ജിമ്മിൽ പ്രാക്ടീസ് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറിൽ ഒരു വലിയ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ദൈവാനുഗ്രഹവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ്സിന് പകരം ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്ന ചില കായിക താരങ്ങളും ഇന്ത്യയിലുണ്ടാകാം. ആ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചാൽ അവർക്ക് 1 or 2 ടൂർണമെൻറ്റിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതല്ലാതെ ലൈഫ് ടൈം അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ദൈവവിശ്വാസം വളരെ വേണമെന്നാണ്. നമ്മുടെ ഒന്നും കാര്യം തീരുമാനിക്കുന്നതൊന്നും നമ്മളല്ല. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്യുക എന്നതാണ്. ഞാൻ എൻ്റെ ജോലി അതിപ്പം കളിക്കുക എന്നതാണ്. അത് നന്നായി ചെയ്യുന്നു. അതിനുള്ള പ്രതിഫലം തരുന്നത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ ഞാൻ കാഴ്ചവെച്ച മക്കളെ 2 പേരും റോയിയും ടോമിയും ഒക്കെ പ്രാർത്ഥിച്ച അവരെ ഈ തരത്തിലാക്കുകയും പെറുക്കുകയൊക്കെ ചെയ്തത്. ഖത്തറിലൊക്കെ പോയി ടോമിൻ്റെ 1 മാസം 2 മാസം കഴിഞ്ഞൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അന്നേരമൊക്കെ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു, നിങ്ങൾക്കൊരു ഭാവി ദൈവം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു നല്ല കളിക്കാരാകും, അറിയപ്പെടുന്ന ആൾക്കാരാകുമെന്ന് എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം സഹായിച്ചു. ഒരു ദൈവാനുഗ്രഹം തന്നെ, അല്ല മറ്റൊന്നും പറയാനൊന്നുമില്ല. അല്ല നമ്മുടെ കഴിവ് എന്നുള്ളതും നമ്മുടെ കഴിവ് പറയാൻ കൊണ്ടൊന്നുമില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മഹാനായ കളിക്കാരൻ നല്ല മനുഷ്യനായിരിക്കണം. സ്പോർട്സിൽ വിജയിക്കണമെങ്കിൽ അത്യാവശ്യമായ കാര്യങ്ങളിലൊന്നാണ് ഡിസിപ്ലിൻ. ഇത് ജീവിതത്തിലും ഉണ്ടാവണം. ഒരു നല്ല കായിക താരം മറ്റുള്ളവർക്ക് മാതൃകയാവണം. നല്ല പെർഫോമൻസും വ്യക്തിത്വമുള്ള ഒരാൾക്ക് മാത്രമേ മഹാനായ കായിക താരം ആവാൻ കഴിയൂ. ഈ ഒരു സ്പോർട്സിൻ്റെ ഇതിൽ ആക്ടിവിറ്റീസിലേക്ക് തന്നെ ഒരാൾ തിരിഞ്ഞു വരുമ്പോൾ തന്നെ മറ്റ് ചില വഴിതെറ്റിക്കുന്ന, ശരിക്കും ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന പല കാര്യങ്ങളിലേക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, പല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ടോം ജോസഫിനെ എനിക്ക് മനസ്സിലാക്കുന്നതാണ്, ടോം ജോസഫ് യഥാർത്ഥത്തിൽ റോൾ മോഡൽ തന്നാൽ, പിന്നെ ഒരു കോൺട്രവേഴ്സസിലില്ല, ഒരു യാതൊരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഒരു യുവാക്കൾക്കൊക്കെ എന്തുകൊണ്ടും മാതൃകയാക്കാവുന്ന പെരുമാറ്റം കൊണ്ടാവട്ടെ. കാരണം അയാൾ ഇത്രത്തോളം ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും ഇപ്പോഴും ഡൗൺ ടു എർത്തായി നാട്ടുമ്പുറത്തൊക്കെ എല്ലാവരോടൊക്കെ നന്നായിട്ടൊക്കെ പെരുമാറുന്നൊരു ക്യാരക്ടറാണ്. വളരെ ആരോടും നോ പറയുന്നൊരു സ്വഭാവം പുള്ളിക്ക് പണ്ട് തന്നെ ഇല്ല. എന്ത് പറഞ്ഞാലും അങ്ങ് സമ്മതിക്കും. പിന്നെ ഫാദറിനോടും പിന്നെ ഫാമിലിയോട് ഭയങ്കര ബന്ധമുള്ളൊരു ഒരു സ്വഭാവമാണ് ടോമിനുള്ളത്. ഫാദറും അവരുടെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേപ്പുറത്തേക്കൊന്നുമില്ല, വളരെ ഇതായിട്ട് പോകുന്നൊരു ടീമാണ്. ഒരു ഇൻ്റർനാഷണൽ ഫിഗർ ആയെങ്കിൽ തന്നെയും വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യന്, അതോടൊപ്പം തന്നെ പഴയ ബന്ധങ്ങളെല്ലാം കാത്തുസൂക്ഷിച്ചുകൊണ്ട് വളരെ ലളിതമായ വിധത്തിലൂടെ ജീവിക്കുന്ന ഒരു കളിക്കാരനാണ് ടോം ജോസഫ്. പലരും പറയാറുണ്ട് വലിയ താരങ്ങളൊക്കെ ആയാൽ പലരും മറക്കുമെന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നുമില്ല. ഞാൻ നാട്ടിൽ വന്നാൽ നമ്മുടെ പഴയ കൂട്ടുകാരുമായി നല്ല ബന്ധം തന്നെ ഉണ്ട്. കാരണം ഞാൻ വളർന്നു വന്നത് ഇവരെയൊക്കെ സപ്പോർട്ട് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്.
അർജുന അവാർഡ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടും അർഹതയുണ്ട്. ഒരു വോളിബോളിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്താൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്ലെയേഴ്സിൻ്റെ തുല്യ നിലവാരത്തിൽ 1-2 പേരേ ഉള്ളൂ ഒരു പക്ഷേ ടോമിന് ഈക്വലായിട്ടുള്ളത്. വളരെ നാൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചതാണ്. വളരെയധികം മെഡലുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അർജുന അവാർഡ് ടോമിന് 100% ഡിസേർവിംഗ് ആണ്. ടോമിനേക്കാൾ മുമ്പ് കൊടുത്തിരിക്കുന്ന അർജുന അവാർഡ് കിട്ടിയിരിക്കുന്ന എല്ലാ പ്ലേയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാളും ഒരു പടി മേലേന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ ഒപ്പം തന്നെയുണ്ട്. ഇന്ന് ഞാൻ വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അറിയുന്നുണ്ട്, ഇടറി വീണപ്പോഴൊക്കെ എനിക്ക് താങ്ങായി നിന്നവരെ, പിന്നിലായപ്പോഴൊക്കെ എനിക്ക് കരുത്തേകിയവരെ. ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ ഗ്രാമത്തിൻ്റെ നന്മയും വിശുദ്ധിയും. അതെ, ഞാൻ അറിയുന്നു, ഞാൻ എന്തായാലും എവിടെ എത്തിയാലും ഈ മലയോരം നൽകുന്ന സ്നേഹത്തിൻ്റെ കുളിര് എനിക്ക് മറക്കാനാവില്ലെന്നും.